ട്രേഡിംഗിന്റെ പേരിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വന്ന ഒഡീഷ സ്വദേശി വയനാട് സൈബർ പോലീസിന്റെ പിടിയിൽ. മാനന്തവാടി സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 13 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ രാജ്യത്ത് പലയിടത്തും സമാനമായി കേസുകളുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സാമ്പത്തിക തട്ടിപ്പ് നടത്തി ആർഭാട ജീവിതം നയിച്ചു വരുന്ന മോഡലും ഒഡീഷ സ്വദേശിയുമായ യുവാവാണ് പിടിയിലായത്. ഒഡീഷ സ്വദേശി സുശീൽ കുമാർ ഫരീദയാണ് പിടിയിലായത്. മുംബൈ റോയൽ പാം എസ്റ്റേറ്റിൽ നിന്ന് വയനാട് സൈബർ പോലീസ് സ്റ്റേഷൻ SHO ഷൈജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ട്രേഡിംഗ് നടത്താൻ താല്പര്യമുള്ളവരെയും ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ടവരെയും കണ്ടെത്തി അവരുടെ അക്കൗണ്ടുകൾ കൈക്കലാക്കി പണം തട്ടുന്ന രീതിയാണ് സുശീൽ കുമാർ ഫരീദിന്റേത്. തട്ടിയെടുക്കുന്ന പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വീണ്ടും ട്രേഡിംഗ് നടത്തും. ഈ പണം ഉപയോഗിച്ച് രാജ്യത്തുടനീളം സഞ്ചരിച്ച് ആർഭാട ജീവിതം നയിക്കും. ഇതാണ് സുശീൽ കുമാറിന്റെ രീതി. മാനന്തവാടി സ്വദേശിനിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ നിന്ന് 4-5 തവണയായി 13 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് ഇപ്പോൾ വയനാട് സൈബർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് യുവതി സൈബർ പോലീസിന് പരാതി നൽകുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് SHO ഷൈജു ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് മുംബൈയിലെ റോയൽ ഫാം എസ്റ്റേറ്റ് എന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. SI ജയിലിൽ ASI ഹാരിസ്, ASI റസാഖ്, SPO സല്ലാം എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇയാളിൽ നിന്നും നിരവധി സിം കാർഡുകൾ, ബാങ്ക് പാസ്ബുക്കുകൾ, മൊബൈൽ ഫോണുകൾ, നിരവധി ATM കാർഡുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒഡീഷ രജിസ്ട്രേഷനുള്ള സുശീലിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.